പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി ശബരിമല വിഷയം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുകയാണ്. ന്യൂനപക്ഷ വോട്ടുകൾ നഷ്ടപ്പെട്ടു. BJP-യുമായി സർക്കാരിന് ബന്ധമുണ്ടെന്ന പ്രചാരണം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രശ്നമായെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിലെ അഭിമുഖത്തിൽ ബിനോയ് വിശ്വം പറഞ്ഞു. വൈകിയെങ്കിലും സത്യം തിരിച്ചറിഞ്ഞതിൽ സന്തോഷമെന്ന് സണ്ണി ജോസഫും പ്രതികരിച്ചു. സണ്ണി ജോസഫിന്റെ പ്രതികരണത്തിലേക്ക്. CPM-ന്റെ ഒരു വാദം നിങ്ങൾ ഈ വർഗീയ കക്ഷികളുമായി കൂട്ടുചേർന്നു എന്നാണെങ്കിലും CPI പറയുന്നത്, CPI-യുടെ അഭിമുഖമൊക്കെ എന്ന് വന്നിട്ടുണ്ട് ബിനോയ് വിശ്വത്തിന്റെ. അദ്ദേഹം പറയുന്നത് ശബരിമല വിവാദം പ്രതീക്ഷിച്ചതിൽ കൂടുതൽ തിരിച്ചടിച്ചു എന്നാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യമല്ലേ, വൈകിയാണെങ്കിലും അത്രയും കാര്യങ്ങൾ അവർ പറഞ്ഞത് നല്ല കാര്യമാണ്. ശരി, ശരത് ഡൽഹിയിൽ നിന്ന് നമുക്കിപ്പം ചേരുന്നുണ്ട്. ശരത്ത്, ഇപ്പം ഈ സ്വർണ്ണക്കൊള്ള വിഷയം ഇതിപ്പോൾ തുടക്കത്തിൽ ഈ UDF-ന്റെ തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനൊക്കെ തുടങ്ങിയ ഘട്ടത്തിൽ തന്നെ നേതാക്കളൊക്കെ ഇപ്പോൾ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ, പ്രതിപക്ഷ നേതാവും സണ്ണി ജോസഫ്, KPC അധ്യക്ഷൻ സണ്ണി ജോസഫും ഒക്കെ പറഞ്ഞിരുന്നു മറ്റ് വിവാദങ്ങളൊക്കെ CPM ഉന്നയിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ചർച്ചയാകില്ല. ജനങ്ങൾ ചർച്ച ചെയ്യുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളായിരിക്കും, ഭരണവിരുദ്ധ വികാരം തന്നെയായിരിക്കും ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞു. ഏറെക്കുറെ അവർ പറഞ്ഞ കണക്കെ തന്നെ ആളുകൾ ചർച്ച ചെയ്തു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഈ ജനവിധി അങ്ങനെയാണ്, നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. ഇടത് കോട്ടകളൊക്കെയും കുത്തി കയറിയുള്ള UDF-ന്റെ ഈ ചരിത്ര വിജയം, മഹാവിജയം. അപ്പോൾ നിലവിൽ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം ലേഖനമായി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് ദിനപത്രത്തിൽ. സണ്ണി ജോസഫിന്റെ പ്രതികരണം വരുന്നു. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്ത് മനസ്സിലാക്കണം ശരത്ത്? സേതുലക്ഷ്മി, അതായത് ബിനോയ് വിശ്വം തന്നെ CPI തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. സ്വർണ്ണപ്പാളിയിലെ സ്വർണ്ണക്കൊള്ള വിഷയം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു. അതേപോലെ ഈ LDF സർക്കാർ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ വികാരങ്ങൾക്ക് വഴങ്ങിയോ എന്നൊരു സംശയം ഒരുപാട് ന്യൂനപക്ഷ വോട്ടർമാർക്കുണ്ടായി എന്നതടക്കമുള്ള അത്തരമൊരു വിലയിരുത്തലാണ് ഇന്ന് ഇടതുപക്ഷ മുന്നണിയിലെ പ്രമുഖരായ CPI-യുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെയാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞത്. ഇത് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ്, സ്വർണം കട്ടത് അല്ലെ സ്വർണ്ണപ്പാടി ഭരണവിരുദ്ധ വികാരവുമായിരിക്കും തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുക. ഇത് CPM കണ്ടില്ല. പക്ഷേ CPI ഇക്കാര്യത്തിൽ നടത്തിയ വിശകലനം, CPI സംസ്ഥാന സെക്രട്ടറി നടത്തിയ വിശകലനം സേതുലക്ഷ്മി സ്വർണ്ണക്കൊള്ള തിരിച്ചടിയായി എന്നു തന്നെയാണ്. അതേപോലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ LDF സർക്കാരിൽ നിന്ന് അകന്നു എന്ന ഒരു പരോക്ഷമായ കുറ്റസമ്മതവും CPI നടത്തുന്നുണ്ട്. കാരണം PMC വിഷയത്തിലടക്കം CPI ആണ് ഇടതുപക്ഷ രീതിയിൽ തന്നെ CPM-നെ തങ്ങളുടെ നയം പറഞ്ഞ് ശക്തമായി എതിർത്തത്. ഈ സാഹചര്യം കൂടി ലക്ഷ്മി കണക്കിലെടുക്കുമ്പോൾ ഈ ഇന്ത്യൻ എക്സ്പ്രസ്, അതായത് ഇംഗ്ലീഷ് ദേശീയ മാധ്യമത്തിൽ നൽകിയ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അത് തിരിച്ചടിയായെന്ന് CPIM വിലയിരുത്തുന്നില്ല. പക്ഷേ CPI-ക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ട്, അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട്. അതാണ് CPI-യുടെ സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ലേഖനത്തിൽ നിന്നും മനസ്സിലാവേണ്ട ഒരു കാര്യം. അല്ലെങ്കിലും ഈ എല്ലാ വിഷയവും വിവാദങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞ എല്ലാ വിഷയങ്ങളിലും CPI ആദ്യമേ ഒരു നിലപാടങ്ങ് പറയും. അവർക്ക് വിലയിരുത്തിയ കാര്യങ്ങൾ അവർ വെട്ടിത്തുറന്ന് പറയാൻ ഒരിക്കലും മടി കാണിക്കുന്ന കൂട്ടത്തിലുമല്ല.